എല്ലാവരും ഇന്ന് ഉറ്റുനോക്കിയത് ഡൽഹിയിൽ സിജെപിയും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തുന്ന ചർച്ചയിലേക്കായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച തുടങ്ങിയത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ സിജെപി ഉറച്ചുനിന്നു. കേന്ദ്രമന്ത്രിമാർ ജെ.പി. നദ്ദയും ഒപ്പം തന്നെ ജിതേന്ദ്ര സിംഗുമാണ് സിജെപി നേതാക്കളുമായി സംസാരിച്ചത്. സിജെപിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങിയതോടെയാണ് ഈ ചർച്ച സാധ്യമായത്. എന്തായാലും ഈ ചർച്ചയിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സിജെപി പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വെച്ചു. അത് കേന്ദ്രത്തിന്റെ പ്രതിനിധികളായ രണ്ട് മന്ത്രിമാർ അവർ കേട്ടു. അതിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ സിജെപി പ്രതിനിധികൾ ഉറച്ചുനിന്നു. അക്കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നത് നാളെ അറിയിക്കാം എന്നതാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ മറുപടി നൽകിയിരിക്കുന്നത്. സിജെപി പ്രതിനിധികളുമായുള്ള ചർച്ച പൂർത്തിയായി പുറത്തുവന്ന പ്രതിനിധികൾ തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നതാണ് പറഞ്ഞത്. രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതും അവർ ആവർത്തിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് സിജെപി നേതാക്കൾ സംസാരിച്ചത്. നഷ്ടപരിഹാരവും കേസുകൾ പിൻവലിക്കലും ചർച്ചയിൽ ഉയർത്തി എന്ന കാര്യം അവർ സൂചിപ്പിച്ചു. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചായിരുന്നു ഈ ചർച്ച നടന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ജെ.പി. നദ്ദയും ജിതേന്ദ്ര സിംഗും പങ്കെടുത്തു. ഇവർക്ക് സിജെപി പ്രവർത്തകർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു. ബാക്കി ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതിലൊഴിച്ച് ബാക്കി സിജെപി മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് ധാരണയായി എന്നൊരു സൂചനയാണ് ഈ ചർച്ച കഴിയുമ്പോൾ പുറത്തുവരുന്നത്. സിജെപിയെ പ്രതിനിധീകരിച്ച് വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാണയും ഈ ചർച്ചയിൽ പങ്കെടുത്തു. അവരുടെ ആവശ്യങ്ങൾ അടങ്ങിയ ഒരു നിവേദനം കേന്ദ്രമന്ത്രിമാർക്ക് കൈമാറി. എന്തായാലും നാളെ വീണ്ടും ചർച്ച നടത്തും എന്നതാണ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ കാര്യത്തിൽ എന്താണ് നീക്കം തീരുമാനമെന്നത് കേന്ദ്രം നാളെ അറിയിക്കും. അതിനൊപ്പം തന്നെ നമുക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ ചർച്ചയ്ക്ക് ശേഷം സിജെപി നേതാക്കളും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും അതിനെക്കുറിച്ച് പറഞ്ഞതൊന്ന് കേൾക്കാം. See, the meeting took place in a cordial atmosphere. We told them about our three main demands. The most non-negotiable demand is Dharmendra Pradhan's resignation or him being fired from the cabinet. Number two is the 1 crore compensation for the families of the dead NEET victims. And number three is that the FIRs that have been filed, 11 as per our last count, those FIRs have to be withdrawn and a sovereign guarantee has to come from the government that they won't proceed against any peaceful protesters or organizers in the future. That sovereign guarantee has to come. At the same time, we also told them about the further talks that we want to have with them on the 5-point policy demand charter that we had launched many days ago. That is to change holistically and foundationally the education system and to address the paper leaks. Along with this, we also told the government about the many instances of detention of young people in Delhi who were either on their way to Jantar Mantar or were going away from Jantar Mantar. सरकार से आज बातचीत हमारी हुई 2 घंटे की बातचीत थी. काफी क्रिस्प टू द पॉइंट बातचीत थी. हमने सरकार को बहुत साफ शब्दों में पहले भी कहा था कि हमें अब हवाबाजी नहीं चाहिए, अब कॉन्क्रीट बात करिए. सरकार ने जो 2 हमारी मांगे हैं, जो 3 हमारी मांगे हैं, उनमें से 2 मांगों पर काफी पॉजिटिव रिस्पांस दिया है और काफी इन प्रिंसिपल एग्रीमेंट दिखाया है. 1 करोड़ कॉम्पनसेशन पर और जो लीगल केसेस की जो हमने बात की थी, ना सिर्फ जो अभी FIRs हुई है बल्कि एक सोवरेन गारंटी हमें. आंदोलनकारी लोगों के विषयों पर चर्चा करने के लिए यहाँ आए थे. लगभग 2 घंटे बातचीत चली. सरकार की ओर से मैं और मेरे साथ भारत सरकार के मंत्री जितेंद्र सिंह जी बातचीत में शामिल हुए. उनकी बातें हमने सुनी. बातें सौहार्दपूर्ण वातावरण में हुई और कई दृष्टि से उन सारी बातों पर हर तरीके से चर्चा हुई. उनकी मुख्यतः 3 डिमांड थी और 5 सुधार के दृष्टि से परीक्षा के लिए सुझाव हुए. हमने उनको कहा है कि हम कल आपके साथ दोपहर बाद मिलेंगे और फिर हम आपसे जो चर्चा वो आपको बताएंगे.
എന്തായാലും ഇതാണ് ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രിമാരും CJP നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ. ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നു എന്നതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. അതിൽ പ്രധാനപ്പെട്ട CJP നേതാക്കൾ ഉന്നയിച്ച അവർ CJP മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ അത് കേന്ദ്രം വഴങ്ങുന്നു അതിന് എന്ന സൂചനകളുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ മാത്രമാണ് തീരുമാനമാകാനുള്ളത്. മറ്റൊന്ന് ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിനുള്ള 1 കോടി ധനസഹായമാണ്. അതിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കേന്ദ്രം അതിന് വഴങ്ങുന്നു എന്നതിന്റെ സൂചനകളുണ്ട്. മറ്റൊന്ന് ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത FIR-കൾ റദ്ദാക്കണമെന്നതാണ്. അത് നേരത്തെ തന്നെ സോനം വാങ്ചുക്കിന് കേന്ദ്രം ആ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി ഇന്നലെയാണ് ആദ്യമായി ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചത്. അദ്ദേഹം യുവാക്കൾ വലിയ ശക്തിയാണ് എന്നത് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പരീക്ഷ ചോർച്ച ഇല്ലാതാക്കാൻ അതിന് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഉള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടു. അതിൽ പ്രധാനമന്ത്രി ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി നൽകിയത്. 11:52 സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ഈ വീഡിയോ ഇന്നലെ പങ്കുവച്ചത്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ രൂപം നൽകും എന്നൊരു ഉറപ്പാണ് പ്രധാനമന്ത്രി ഈ വീഡിയോയിൽ നൽകിയത്. അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കും എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ആ വീഡിയോ കൂടി ഒന്ന് കാണാം. पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया. और अभी 5-6 दिन पहले 19 तारीख को रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही हैं. लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है और इसलिए പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ വന്നു. അതിനുശേഷം ഇത് വലിയ ചർച്ചയായി. എന്തായാലും പ്രധാനമന്ത്രി ഈ വിഷയം ഇതിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും അക്കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും എന്നും പറഞ്ഞെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന പ്രധാനപ്പെട്ട ആവശ്യത്തെക്കുറിച്ച് വീഡിയോയിൽ ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. രാഹുൽ ഗാന്ധി തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു. അത് പ്രധാനമന്ത്രിയുടെ വീഡിയോ ഒരു പ്രഹസനം എന്നതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത്. പരിതാപകരമായ പ്രതികരണമാണ് നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, രാജ്യത്തോട് മാപ്പ് പറയുക എന്നീ 3 ആവശ്യങ്ങളും രാഹുൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് രാജിയില്ല എങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭം എന്നതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം എത്തിയാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും. പ്രധാനമന്ത്രിയുടെ രാജിക്കായി രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും എന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. എന്തായാലും കോൺഗ്രസ് ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനകളാണ് തരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിസഭാ യോഗം ഇന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും ഏതാണ്ട് ഈ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷാ ചോർച്ചയിൽ കർശന നടപടി ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള ബിൽ കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. ബിൽ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇത് ലോക്സഭയിൽ കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം വരെ തടവിനും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഏതായാലും കേസുകളിലെ വിചാരണ 3 മാസത്തിൽ പൂർത്തിയാക്കാനും വ്യവസ്ഥ ചെയ്തു. ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നത് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ബില്ലാണ് കൊണ്ടുവരുന്നത്. സഭയിൽ തിങ്കളാഴ്ച ഇത് അവതരിപ്പിക്കുക. അപ്പോൾ പ്രശ്ന പരിഹാരത്തിനുള്ള പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. പക്ഷേ രാജി എന്നതിൽ തട്ടിയാണ് ഇപ്പോൾ
അത് തീരുമാനമാകാതെ നിൽക്കുന്നത്. അതിനിടയിൽ കിരൺ റിജിജു മാധ്യമങ്ങളെ കണ്ടിരുന്നു. സഭയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെടുകയും പിന്നീട് പിൻവലിയുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി മിണ്ടിയാലും മിണ്ടിയില്ലേലും കുഴപ്പമാണ്, എല്ലാം പ്രശ്നവൽക്കരിക്കുന്നു എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. Future of the student and how we can ensure proper system and very strong system in place for the future of the student. This has to be our priority. So by disrupting the parliamentary procedures and house, it will not yield any result. I would like to request once again to Rahul Gandhi ji and all the opposition members that better sense should prevail, that we cannot indefinitely create trouble in the parliament to prevent discussion. It's wasting the time of all the members. You all know very well it is very critical to let the parliament function, and when all the matters പാർലമെന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനുള്ള ആശങ്ക അറിയിക്കുക കൂടിയാണ് കേന്ദ്രമന്ത്രി ചെയ്തത്. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ്. സഭാ നടപടികൾ ഒരു ദിവസം പോലും തുടർന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച സഭ ആരംഭിച്ചത് മുതൽ തന്നെ ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹളം പ്രതിപക്ഷം സഭയിൽ ഉയർത്തുകയും പലതവണ സഭ ചേരുകയും നിർത്തിവെക്കുകയും ഓരോ ദിവസത്തേക്ക് പിരിയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ്. അന്ന് ഈ ശിക്ഷ 10 വർഷത്തെ ശിക്ഷ ഉറപ്പാക്കുന്ന കർശനമായ നടപടികളോട് കൂടിയ ബില്ല് അവതരിപ്പിക്കും എന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. कारगिल दिवस विजय दिवस का मेंशन आज कर रहा हूं. माननीय सदस्यगण, दिनांक 26 जुलाई 2026 को कारगिल विजय दिवस की 27वीं वर्षगांठ है. കാർഗിൽ വിജയ് ദിവസത്തിന്റെ അനുസ്മരണം ഉൾപ്പെടെ അവിടെ സഭയിൽ നടന്നു. എന്തായാലും വലിയ പ്രക്ഷുബ്ധമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.